ഹലോ, ഞങ്ങളെ വൈകുന്നേരത്തെ ഡെയിലി റൊട്ടീനായിട്ട് ഇത്. ഞാനിപ്പോൾ തൊല്ലിക്കൊണ്ടിരിക്കുന്നത് മേത്തിയുടെ ഇലയാണ് കേട്ടോ. മേത്തി പറാട്ടയാണ് ഇന്നത്തെ ഡിന്നർ. ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ചളിയൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നല്ലപോലെ കഴുകിയെടുക്കണം. സാധാരണ ഇലകൾ ഉപയോഗിച്ചൊന്നും നമ്മളെ കേരളക്കാർ ഒന്നും ഉണ്ടാക്കുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ആകെ ഉണ്ടാക്കുന്നത് മുരിങ്ങയില മാത്രമാണ്. നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ മേത്തി, പാലക്ക് ഇതെല്ലാം ഇവരുടെ മിക്ക കറികളിലും ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ പഠിച്ചത്. നമ്മളിപ്പോൾ അധികവും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും കൂടുതലും നോർത്ത് ഫുഡാണ് ഉണ്ടാക്കൽ. അതെന്താ വെച്ചാൽ ഈസിയാണ്, പിന്നെ പുതിയ പുതിയ ഡിഷ് ഉണ്ടാക്കുന്ന സമയത്ത് എക്സൈറ്റ്മെൻറ്റും അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഇലയെല്ലാം കഴുകി വെച്ചു. ഇനി നമുക്ക് കുറച്ച് ഇല അരച്ചെടുക്കാം. ഇതിൽ വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി, ഒരു മുളക് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. ഞാനീ പോകുന്നത് റൂമിൻ്റെ വാതിലടക്കാനാണ് കേട്ടോ. ഞാൻ നല്ല ഉറക്കാണ്, മിക്സിയുടെ സൗണ്ട് കേട്ടാൽ അറിയും. ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അത് അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആട്ട എടുത്തിട്ട് വന്നിട്ട് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം. എന്നെ ഇതിലേക്ക് അരച്ച് വെച്ച മേത്തിയുടെ ഇല ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. ഞാൻ ഇതിൽ സ്പൈസസ് ഒന്നും ഇടാത്തത് നൈന് കഴിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വയ്ക്കുന്ന സമയത്ത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മുറിച്ച് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞിതായിട്ട് മുറിച്ചിട്ട് നമുക്ക് ആട്ടയിലേക്ക് ഇട്ടതിന് ശേഷം എല്ലാം ഒന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുത്ത ആട്ട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാർക്കിൽ പോയിട്ട് വന്നതിന് ശേഷം നമുക്ക് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് നെയ്യെല്ലാം ഒഴിച്ചിട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം. അതാണ് പറാട്ട. അതിന് കറിയായിട്ട് തൈരോ വേറെ എന്തെങ്കിലും സബ്ജിയോ ആയിട്ട് കഴിക്കാവുന്നതാണ്. ഇനി 9 എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് പാല് തിളപ്പിച്ച് വെക്കണം. നമ്മൾ പാല് വാങ്ങിച്ച് വരുന്നതിലൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ വാങ്ങുന്നത് പശുവും പാലല്ല, എരുമപ്പാലാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ഇനി നമുക്ക് പാല് ചൂടാക്കാൻ വെക്കാം. ആ സമയത്ത് നമുക്ക് നൈവിനെ പോയിട്ട് വിളിച്ചിട്ട് വരാം. ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ എത്ര വിളിച്ചാലും അറിയില്ല. 6 മണി 6:30 വരെ ഉറങ്ങും. അങ്ങനെ വിളിച്ച് ഒടുവിൽ എണീറ്റു, പാല് കുടിച്ചു. ഇനി നമുക്കിനി പാർക്കിൽ പോകണം. അങ്ങനെ നമ്മൾ പാർക്കിൽ പോവാട്ടോ. വൈകുന്നേരത്തെ പണിയെല്ലാം തീർന്നു. അലോവേട്ടൻ കളിക്കാൻ പോയി സമയത്ത് നമ്മൾ പാർക്കിൽ പോവാ. ഡെയിലി ഇങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ നേരത്തെ വൃത്തിയാക്കി വെച്ചില്ലേ മേത്തി, അതിൻ്റെ തണ്ടിൻ്റെ ഭാഗം കളയാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ലഡു വന്നിട്ട് ഫുള്ള് കളഞ്ഞതാണത്. ലഡു എന്ന് പറയുന്നത് നൈൻ്റെ ഫ്രണ്ട്. ഇവിടെ എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ നടക്കാനൊക്കെ ഇറങ്ങും കേട്ടോ. ഓരോരോ സ്ഥലത്തായിട്ട് ഓരോരോ ആളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അമുൽ ഷോപ്പ് ഉണ്ട്. കുറേ ആൾക്കാരൊക്കെ തിരിച്ചു വരലായിട്ടോ നടന്നിട്ട്. നമ്മൾ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഇനി വരുമ്പോൾ 7 മണി 7:30 ഒക്കെ ആവും കേട്ടോ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. അത്ര വരെ അവിടെ കളിക്കും. പാർക്കിൽ പോയാൽ പിന്നെ തിരിച്ചു വരേണ്ട കൂട്ടും ഉണ്ടാവില്ല നൈനുവിന്. നൈനുവിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏത് പിള്ളേരായാലും സെറ്റാണ്. വലിയ പിള്ളേരായാലും കുഴപ്പമില്ല, ചെറിയ പിള്ളേരായാലും കുഴപ്പമില്ല. പരിചയമില്ലെങ്കിൽ പോലും നൈനു അവരൊക്കെ കളിച്ചോളും. ഈ പാർക്കിൽ പോണാ അറിയില്ല, അപ്പുറത്തേക്ക് നമുക്ക് നോക്കാം. മുന്നേ ഈ പാർക്കിലാണ് കേട്ടോ നൈനു കളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ഇപ്പോൾ കളിക്കുന്നേ ഇല്ല. അപ്പുറത്ത് പുതിയൊരു പാർക്ക് വന്നിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലായിട്ട്. അവിടെ കളി മൊത്തം. ഇവിടെ ഒരു പാനിപ്പൂരിയുടെ ഒരു ഷോപ്പുണ്ട്. വൈകുന്നേരം സമയമാകുമ്പോൾ ഇവിടേക്ക് വരും. ആ റെസ്റ്റോറൻറ്റിൻ്റെ അവർ തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെയാണ് പുതിയ പാർക്ക്. എല്ലാം പുതിയ സാധനമാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഇതേണ്ട ഇത്ര പോരെ എൻ്റെ ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളും. ഡെയിലി ഇങ്ങനെ തന്നെയാണ്. ഇത്ര പോരെ വരും, ബാക്കി അവളെ തന്നെ ഒറ്റയ്ക്ക് തന്നെ ഓടിയിട്ട് പോയിക്കോളും. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് ഇപ്പുറത്ത് തന്നെയാണ് പാർക്ക് വെച്ചിട്ടുള്ളത്. ഇരുട്ടായി തുടങ്ങി. അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കാൻ ആരുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇരുന്നാടുന്നുണ്ട്. അതുകൊണ്ടാ സ്പീഡിലാടുന്നു. ഡെയിലി ഇങ്ങനെ തന്നെയാണ്. അത് വന്നതിന് ശേഷം ഇത്ര സ്പീഡിലാടും.
ഞാനും എല്ലാ സൈഡിലും ഇതിൽ കയറാൻ പഠിച്ചു കേട്ടോ. മുന്നേ കയറുന്നുണ്ടായിരുന്നു, നമ്മളെ പഴയ കേറ് വേഗം സ്പീഡിൽ പാർക്കിൽ കേറ്. ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ എല്ലാത്തിലും കയറും, ഇറങ്ങുകയും ചെയ്യും. നോക്കി പിടിച്ച് പിടിച്ച് പോണം. ചെരുപ്പൂരാണാ? ആ ഒരു ആ ഓക്കെ ഡൺ. ഇതിലൂടെയും ഞാൻ കയറും കേട്ടോ. ഈ റൗണ്ട് വളയത്തിലൂടെയും കയറും. ഈ എല്ലാ സൈഡിലെയും ഞാൻ കയറാൻ അറിയാമായിരുന്നു. അത് എനിക്ക് സ്ലൈഡറിലെ പോലായി. ആ യെല്ലോ ആണ് ലഡു, യെല്ലോ ടീഷർട്ട്. അങ്ങനെ അലോട്ടെ കളിച്ചിട്ട് വന്നു. അലോട്ടിനെ കണ്ടാട് ഓടിപ്പോയതാ കേട്ടോ, സൈക്കിളിൽ കയറി പോകാൻ വേണ്ടിയിട്ട്. എന്തോ ഉണ്ട്, തൈര്. ദൂതല്ല ദഹി. ആ പോവാല്ലേ? അപ്പം അത്രയേ ഉള്ളൂ നമ്മളെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.